നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുത്തിയൊലിച്ചെത്തിയ ആ പെരുമഴ മഹാപ്രളയങ്ങൾക്കും മേഘവിസ്ഫോടനത്തിനും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനും കാരണമായി 100-ലധികം ആളുകളുടെ ജീവനെടുത്തു. ഏതാനും ദിവസങ്ങൾ മാത്രം 5000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഒരൊറ്റ മഴയിലൂടെ നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത്. ദുരന്തമായി മാറിയിരിക്കുന്നു. രാജ്യ തലസ്ഥാനമടക്കം പ്രളയ മുന്നറിയിപ്പിലൂടെ പോയത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും മഴക്കെടുതി രൂക്ഷമായത് പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലായിരുന്നു. മഴക്കെടുതി മൂലം ജനജീവിതമാകെ താറുമാറായി. ഡൽഹിയിലെ കാര്യം തന്നെ പറഞ്ഞാൽ യമുന നദിയിലെ ജലനിരപ്പ് അപകട സൂചികയും കടന്ന് മുകളിലേക്ക് ഒഴുകിയെത്തി. 206 മീറ്റർ എന്ന അപകട സൂചികയ്ക്ക് മുകളിലേക്കാണ് ഒഴുകിയെത്തിയത്. പ്രളയ മുന്നറിയിപ്പ് എത്തിയതിനെ തുടർന്ന് സമീപ മേഖലകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ച് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കി. ഹരിയാനയിലാകട്ടെ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതൊക്കെ ഡൽഹി നഗരത്തിലേക്കാണ് ഒഴുകിയെത്തിയത്. ഒട്ടനവധി വീടുകളിലേക്ക് വെള്ളം കയറി. ജനജീവിതമാകെ ദുസ്സഹമായി. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ മഴയില്ല, കാര്യങ്ങൾ പഴയ അവസ്ഥയിലേക്ക് എത്തുന്നുവെന്ന ശുഭസൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ യമുന നദി കരകവിഞ്ഞൊഴുകിയത് കൊണ്ട് തന്നെ പ്രളയ മുന്നറിയിപ്പ് തന്നെയാണ് പല മേഖലകളിലും നിലനിൽക്കുന്നത്. ഡൽഹി നഗരത്തിൽ റെഡ് അലേർട്ട് അടക്കം നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായിരുന്നു. പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ആകെ കാര്യം മോശമായ അവസ്ഥയിലൂടെ പോവുകയാണ്. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ മഴക്കെടുതി അതിരൂക്ഷമായി അതിൻ്റെ സംഹാരതാണ്ഡവമാടിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അവിടുത്തെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി മഴ പെയ്തപ്പോൾ യമുന നദി കരകവിഞ്ഞൊഴുകിയതോടെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും പല പ്രദേശങ്ങളും വീടുകൾ പോലും വെള്ളത്തിനടിയിലായിരുന്നു. ഹിമാചലിൽ മാത്രം സുന്ദർ നഗറിൽ മണ്ണിടിച്ചിൽ നിരവധി ആളുകളാണ് മരിച്ചത്. പഞ്ചാബിൽ ഒരു പ്രദേശത്ത് 30-ലധികം ആളുകൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. 3.5 ലക്ഷത്തോളം ആളുകളെയാണ് നേരിട്ട് അന്ന് വെള്ളപ്പൊക്കം ബാധിച്ചതായി സർക്കാർ കണക്ക് പുറത്തുവിട്ടത്. പഞ്ചാബിൽ മാത്രം 1988 ശേഷമുള്ള ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ ഇന്ന് പഞ്ചാബ് കടന്നു പോകുന്നു. 2.5 ലക്ഷത്തോളം പേരെ പ്രളയം നേരിട്ട് ബാധിക്കുന്നു. ജമ്മുവിലും ഹിമാചൽ പ്രദേശിലും മണ്ണിടിഞ്ഞുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടു. 3 ദേശീയപാതകൾ ഉൾപ്പെടെ 800-ലധികം റോഡുകളാണ് അടച്ചിടേണ്ടി വന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ ഒരവസ്ഥയിലൂടെ സംസ്ഥാനങ്ങൾ കടന്നു പോകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത മേഖലയാണ് ഇന്ന് അദ്ദേഹം സന്ദർശിക്കുക. മണ്ണിടിച്ചിലുണ്ടായ ഉത്തരകാശി, ചമോലി ജില്ലകളിലാണ് മോദിയുടെ വ്യോമ നിരീക്ഷണം ഇന്നുണ്ടാവുക. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തും. സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അദ്ദേഹം നേരത്തെ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ 85 പേർ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്. 94ഓളം പേരെ കാണാതായിട്ടുണ്ട്. അവരിൽ പലരും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് തന്നെയാണ് അനുമാനമുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ 200-നടുത്ത ആളുകൾ ഉത്തരാഖണ്ഡിൽ മാത്രം. 2000 കോടിയോളം രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായി എന്നാണ് സർക്കാർ പുറത്തുവിടുന്ന കണക്ക്. 2000 കോടിയെങ്കിലും നൽകണമെന്ന ആവശ്യവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രളയം ബാധിച്ച ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനുമൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചത്. മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമൊക്കെ നാശം വിതച്ച ഹിമാചലിന് 1500 കോടി രൂപയും പ്രളയം അതിരൂക്ഷമായി ബാധിച്ച പഞ്ചാബിനാകട്ടെ 1600 കോടി രൂപയുമാണ് പ്രധാനമന്ത്രിയുടെ ധനസഹായ പാക്കേജ്. ഇതുകൂടാതെ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ധനസഹായം നൽകുന്നത്. ഹിമാചലിലും പഞ്ചാബിലും വ്യോമ നിരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. അതുകൂടാതെ SDRFിൻ്റെയും PM കിസാൻ സമ്മാൻ നിധിയുടെയും 2ാം ഗഡു മുൻകൂറായി തന്നെ അനുവദിക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ദുരന്തബാധിതരുമായും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത NDRF, SDRF സംഘങ്ങളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് പുനർനിർമ്മിക്കാൻ, ദേശീയപാതകളുടെ പുനഃസ്ഥാപനം, സ്കൂളുകളുടെ പുനർനിർമ്മാണം, PM NRF പ്രകാരം ആശ്വാസം നൽകൽ, കന്നുകാലികൾക്ക് മിനി കിറ്റുകൾ വിതരണം ചെയ്യൽ തുടങ്ങി പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ മാർഗങ്ങളിലൂടെ ഇത് പൂർത്തീകരിക്കുകയും ജനങ്ങൾക്ക് ആശ്വാസമാകും വിധത്തിൽ പ്രവർത്തിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ വൈദ്യുതി കണക്ഷനുകളില്ലാത്ത കർഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അധിക ധനസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഈ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി വിലയിരുത്താൻ 2 സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ അന്തർ മന്ത്രാലയ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി കൂടുതൽ സഹായം എത്ര നൽകണം എന്നുള്ള കാര്യം കൂടി പരിഗണിക്കുക. പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം എത്തി കാണുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും സംഭവം നടന്നതിന് പിന്നാലെ വീണ്ടും ഹിമാചലിൽ
ഒരു അപകടമുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദുരന്തം വിതച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കുളുവിൽ വീണ്ടും ഒരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിൽ മാത്രം 4 മരണം സംഭവിച്ചു. 3 പേർക്ക് പരിക്കും സംഭവിച്ചു. ഒരാളെ കാണാതായിട്ടുണ്ട്. കാണാതായ ആളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരച്ചിൽ തുടരുന്നു. തിങ്കളാഴ്ച രാത്രി കുളുവിലെ നിർബന്ധ മേഖലയിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. മരിച്ചതിൽ 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതേസമയം കേരളത്തിലും ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇനി വരും മണിക്കൂറുകളിൽ നൽകാൻ സാധ്യതയുണ്ട്. മാന്നാർ കടലിടുക്കിന് മുകളിലും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി ഉയർന്ന ലെവലിലാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. അതോടെ കേരളത്തിൽ മഴ സജീവമാകുന്നു. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി 5 ദിവസം മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകുന്നത്.